വലിയ സന്തോഷം കേട്ടോ. കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചേട്ടാ ഈ ലോകത്തൊന്നുമല്ല, വേറെ എന്തോ ചിന്തിച്ചിരിക്കുക. കുഴപ്പമൊന്നുമില്ലടാ. ഇന്നലെ എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫ് വിളിച്ചു. അവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച എന്നെ വല്ലാതെ തളർത്തി. അവൻ്റെ ഭാര്യയും മക്കളും. ഞാൻ ഒരു നിമിഷം ആലോചിച്ചത് എൻ്റെ വീട്ടിലെ അവസ്ഥയാണ്. പെട്ടെന്ന് എനിക്കെങ്ങാനും വല്ലതും സംഭവിച്ചാൽ ഭാര്യ മക്കളുടെ ഒരു അവസ്ഥ. അത് കണ്ടതിന് ശേഷം പിന്നെ എനിക്കൊരു ഉറക്കമില്ല. ഞാൻ അങ്ങനെ നടന്നു വന്നേ ഉള്ളൂ. നമ്മൾ ഇനി ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രാപ്തി ഉണ്ടായി കൊടുക്കണം. അതിനുള്ളൊരു ചിന്തയിലാണ് ഞാൻ. അത് ശരിയാണ് ചേട്ടാ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നിന്റെ അറിവിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എനിക്ക് നോക്കി ഇതൊന്ന് സെൻഡ് ചെയ്തെങ്കിലും ഫോണിലോട്ട്. തീർച്ചയായിട്ടും അയക്കാലോ. മിന്നൽ മുരളിയിലെ ഉഷയെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഓരോ കാലത്തും ഉഷയ്ക്ക് ഓരോരുത്തരെ ആശ്രയിക്കേണ്ടി വരുന്നു. ചേട്ടന്, ചേട്ടന്റെ സുഹൃത്തിന്, ഷിബുവിന്. ഉഷയ്ക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്താ ഏട്ടാ ഇന്ന് വലിയ സന്തോഷത്തിൽ കാണല്ലോ. എടി, നിനക്ക് എപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? എന്നാ പിന്നെ ഞാൻ കുട്ടികളും കുട്ടിയും ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം. നിനക്കെപ്പോഴും ഷോപ്പിങ്, മൊബൈൽ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ളൂ. നീ ഒരു ദിവസമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ പൈസ കൊണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരണമെന്നുള്ളത്? ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ചേട്ടാ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയല്ലോ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കാം? ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇനി ജോലിക്കുമല്ല, നീ ഇവിടെ തന്നെ ഇരുന്നു. എന്റെ പൊന്നു റാമ, നീ എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊരു കസ്റ്റമർ കൊടുക്കാൻ പറ്റുമോ? ദൈവത്തെ ഓർത്ത് ഇനി എന്റെ അടുത്ത് ചോദിച്ചോണ്ട് വരല്ലേ വർക്ക്. ഇന്ന് വർക്കൊന്നുമില്ലേ? വർക്കില്ലടാ, ഇനി തൊട്ട് വർക്കിന് പോകണമില്ല. എന്തു പറ്റിയടാ? ഞാൻ ഇന്നലെ ഒരു വർക്കിന് പോയടാ. അവിടെ ചെന്നപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, പക്ഷെ ഒന്നും കറക്റ്റ് ആയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഞാനിനിപ്പോൾ വർക്കിനൊന്നും പോകണമെന്ന് വിചാരിച്ചു. നാളെ ഞാൻ ഒരു സ്ഥലം വരെ പോകും, നീയും വരണം. ഞാനങ്ങും പറഞ്ഞില്ലടാ, എനിക്കങ്ങും വൈ. ഇല്ല, നീ വരണം. വസ്ത്രനിർമ്മാണം, ഫാഷൻ ഡിസൈനിങ്, പേപ്പർ ബാഗ് നിർമ്മാണം, ഫാസ്റ്റ് ഫുഡ്, CCTV, ഫോട്ടോഗ്രാഫിക്ക് പോകാം. ഫോട്ടോഗ്രാഫി.
ഉഷയ്ക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ലേ? ഇത് ഞാനാ. നിന്റെ വർക്ക് കാണാറുണ്ട്. പിന്നെ എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ട്, എടുത്തോടാ. RCT അഥവാ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ ഓരോ ജില്ലയിലും RCT പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിൽ അതാത് ജില്ലയിലെ ലീഡ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഒരു RCT പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജില്ലയുടെ വായ്പാ പദ്ധതി നിർണ്ണയിക്കുകയും അത് നടപ്പിലാക്കാനുള്ള നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബാങ്കാണ് ലീഡ് ബാങ്ക്. തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് RCT പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ കഴിവുള്ള യുവാക്കൾക്ക് ഹ്രസ്വകാല നൈപുണ്യ പരിശീലനം നൽകുകയാണ് RCTയുടെ പ്രധാന ദൗത്യം. ഇതുകൂടാതെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളായ തൊഴിൽ വകുപ്പ്, പ്രിസൺസ്, കൂടാതെ കുടുംബശ്രീ, NULM എന്നിവരുടെ പരിശീലനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ കീഴിലുള്ള 61ഓളം കോഴ്സുകൾ RCTയിലുണ്ട്. എന്നാൽ ജില്ലയിൽ വ്യാപാര സാധ്യത കൂടുതലുള്ള കോഴ്സുകൾ ഓരോന്ന് തിരഞ്ഞെടുത്താണ് RCTയിൽ നടത്തുന്നത്. 18 വയസ്സിന് മുകളിൽ 45 വയസ്സിനകം ഉള്ളവർക്ക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഇതിൽ സ്ത്രീകൾ, BPL, SC/ST അപേക്ഷകർക്ക് മുൻഗണനയുണ്ട്. 6 മുതൽ 45 ദിവസം വരെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ് RCTയിലുള്ളത്. കോഴ്സ് കാലയളവിൽ ഭക്ഷണവും കോഴ്സ് മെറ്റീരിയലും സൗജന്യമായി ലഭിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ MORDയുടെ കീഴിലുള്ള സ്വതന്ത്ര ഏജൻസി നടത്തുന്ന പരീക്ഷ പാസ്സാകുന്നവർക്ക് NCVETയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു. RCTയിലെ എൻ്റെ പ്രവർത്തന കാലഘട്ടം എൻ്റെ വ്യക്തിജീവിതത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവാണ്. പൊതുമേഖലാ ബാങ്കുകൾ അവരുടെ യൂഷ്വൽ ജോബിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകി അവരെ ജീവിതത്തിൻ്റെ വിജയപാതയിലോട്ട് കൊണ്ടുവരുന്നതിൽ ധാരാളം ട്രെയിനിങ് പ്രോഗ്രാം നൽകി അവരെ ജീവിതപാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു ഭാഗവാക്കാക്കാൻ എനിക്കും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. നിരവധി ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ RCTയിലൂടെ കടന്നുപോയി ഇന്ന് ജീവിത വിജയം നേടി നമ്മുടെ നാട്ടിനും RCTക്കും ഒക്കെ അഭിമാനകരമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഷെയ്ഖ് ആഷിഫ് ബാഷ, അദ്ദേഹം വർക്കലയുള്ള ആളാണ്. അദ്ദേഹം RCTയിൽ വന്ന ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പേപ്പർ ബാഗിൻ്റെ ഒരു ട്രെയിനിങ്ങാണ് കഴിഞ്ഞത്. ഇന്ന് വിദേശത്ത് വരെ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ധാരാളം പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ധന്യ മോഹൻ, പുള്ളിക്കാരി വർക്കലയുള്ളതാണ്. വർക്കലയ്ക്ക് തന്നെ അഭിമാനകരമായ രീതിയിൽ ഒരു അക്വാ ഫാം, ഒരു ഹോൾസെയിൽ അക്വാ ഫാം തന്നെ ഇന്ന് അവർ നടത്തിക്കൊണ്ടുവരികയാണ്. ധാരാളം ചെറുപ്പക്കാർക്ക് അത് മുഖാന്തരം തൊഴിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടിനും RCTക്കും ഒക്കെ അഭിമാനകരമായ ഇവരുടെ വിജയത്തിൽ എനിക്കും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടമാണ്.